അതെ, അതെ, നമ്മുടെ ഭൗതിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശ്രദ്ധിച്ച് കേട്ടാൽ ചോദിച്ച നല്ല ചോദ്യമാണ്. നമ്മുടെ ഭൗതിക വിഷയങ്ങൾ, ഈ ലോകസംബന്ധമായ കാര്യങ്ങൾ, വസ്തുക്കളോ വീടോ ജോലിയോ, ഈ വകയെല്ലാം നാം ആഗ്രഹിച്ചു പോകുമ്പോൾ ആത്മാവിൽ മുൻപോട്ട് പോകുന്നതിന് പകരം നാം ജഡീയരായിത്തീരുന്നതിനുള്ള ഒരു വലിയ അപകടമുണ്ട്. എത്ര വിശുദ്ധന്മാരായാലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനും വന്നാൽ നമ്മൾ ക്രമേണ ജഡീയരായിത്തീരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മിൽ ജഡം വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അപകടകരമായ കാര്യങ്ങളെ പിതാവ് ഏറ്റെടുത്ത് നടത്താൻ ഒരുക്കമായിരിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:8 നാം വായിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ പിതാവ് അറിയുന്നു. അപ്പോൾ നമ്മൾക്ക് അപകടകരമായത് നമ്മുടെ പിതാവ് ഉത്തരവാദിത്തപ്പെട്ട് നടത്തുകയും അതേ സമയത്ത് ആത്മീയമായ കാര്യങ്ങളിൽ പിതാവ് ആഗ്രഹിക്കുന്നത് ആർക്ക് ആഗ്രഹമുണ്ടോ അവർക്ക് ലഭിക്കട്ടെ എന്നാണ്. ആർക്ക് ആഗ്രഹമുണ്ട് ആത്മീയ കാര്യങ്ങൾ. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുവാനും ഭൗതിക കാര്യങ്ങളെല്ലാം നമ്മുടെ പിതാവ് തരുന്നതിൽ നാം തൃപ്തിപ്പെട്ടിരിക്കാനുമാണ് കർത്താവ് പുതിയ നിയമസഭയെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരൻ, ശ്രദ്ധിച്ചാൽ നമ്മുടെ പിതാവ് നമ്മുടെ കഴിഞ്ഞകാല ആവശ്യങ്ങളെ അറിഞ്ഞിരുന്നു, ഇന്നത്തെ ആവശ്യങ്ങൾ അറിയുന്നു, നാളെ ഇനി വരാൻ പോകുന്ന സമയത്തെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ പിതാവ് അറിയുന്നു. അങ്ങനെ ഏതേത് സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മുടെ പിതാവ് അറിയുന്നത് കൊണ്ട് നാം ആ കാര്യത്തിൽ ഭാരപ്പെടാതെ നമ്മൾക്ക് ആത്മീയമായി യേശുവിനെ പോലെ ആകണം, ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ പൗലോസ് പറയുന്നത്, എനിക്ക് അവനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയണം, കഷ്ടങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് അറിയണം, മറ്റുള്ളതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്നെണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനോട് ഉയരത്തിൻ്റെ സ്വർഗ്ഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുമെങ്കിൽ ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിപ്പീൻ, ഈ ലോകത്തിലെ കാര്യങ്ങളല്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആണ് പിതാവ് അങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ നന്മയെ ഉദ്ദേശിച്ച്, നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ. ഉദാഹരണമായി ഒരു പൈതലിനെ, ഒരു കൊച്ചു പൈതൽ 8-10 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ തെന്നുന്ന സ്ഥലത്തൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ കരം പിടിക്കും. കാരണം ആ കുഞ്ഞ് തെന്നിപ്പോകരുത്. അതേസമയത്ത് നല്ല സ്ഥലത്ത് വരുമ്പോൾ കരം പിടിക്കില്ല. അതുപോലെ ഭൗതികമായ കാര്യങ്ങൾ വരുമ്പോൾ നാം നമ്മളിൽ വസിക്കുന്ന ജഡനിമിത്തം ആകർഷിക്കപ്പെട്ടു പോകുമെന്നുള്ളതിനാൽ നമ്മളെ കൂടുതൽ സ്നേഹിച്ച് നമ്മളെ കരുതുന്ന ദൈവം നമുക്ക് വേണ്ടി എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ പിതാവ് അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ആ കാര്യം അവൻ്റെ മേൽ വെച്ചിരിക്കാൻ നമ്മൾക്ക് പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. ഞാൻ എൻ്റെ അനുഭവത്തോടെയാണ് നിങ്ങളോട് പറഞ്ഞത്. 1975 മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് സ്വന്തമായ വീടോ ഒന്നുമില്ല. വാടക വീട്ടിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു, വിലയുന്നു. ഇത്രയുമായിട്ടും ഒരു പ്രാവശ്യം പോലും, ഒരു നേരത്തെ ആഹാരം പോലും ദൈവത്തോട് ചോദിക്കുകയോ മനുഷ്യരോടോ പറയാതെ, ഞങ്ങളുടെ മാത്രമല്ല, ഇന്ത്യയിൽ, ചൈനയിൽ, നേപ്പാളിൽ, ഫിലിപ്പീൻസിൽ എത്ര സ്ഥലങ്ങളിൽ വേലക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിനിങ് നടക്കുന്നുണ്ട്, എത്ര സ്ഥലങ്ങളിൽ വേല നടക്കുന്നുണ്ട്. ഒരു മാസം തന്നെ എത്ര ലക്ഷം രൂപയുടെ ഉണ്ട്. എന്നിരുന്നിട്ടും ഒരു പ്രാവശ്യം പോലും ദൈവത്തോട് ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ, മനുഷ്യരോട് പോലും അറിയിക്കാതെ ഇന്ന് വരെയും 1975 മുതൽ ഇന്ന് വരെയും
സ്വർഗത്തിലെ പിതാവ് പൂർണ്ണ വിശ്വസ്തനായി ഞങ്ങളെ എല്ലാം നടത്തി. അതുകൊണ്ട് അനുഭവത്തോടു കൂടെയാണ് ഞാൻ പറഞ്ഞത്. അവൻ അനുഭവത്തോടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ആ ആ ജാതികളിൽ നിന്ന് വരുന്നവർ, ഞങ്ങൾ ചെയ്യുന്നത് ജാതികളിൽ നിന്നോ ഹിന്ദുക്കളിൽ നിന്നോ മുസ്ലിങ്ങളിൽ നിന്നോ ആര് വന്നാലും അവരോട് യേശുവിനെക്കുറിച്ച്, യേശുവിനിൽ വിശ്വസിക്കാൻ പോലും പറയുകയില്ല. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി അങ്ങ് വിടും. അങ്ങനെ ജാതികളിൽ നിന്നോ പുതുതായിട്ടുള്ളതോ രക്ഷിക്കപ്പെടാത്ത ആര് വന്നാലും അവരോട് യേശുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ല പറയുന്നത്. കർത്താവ് പറഞ്ഞു, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മൾക്ക് തന്ന അധികാരം ഉപയോഗിച്ച് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സൗഖ്യമാക്കി വിടുകയും ചെയ്യും. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ അന്നേരം പറയും, ഇത് കുറച്ച് വില കൊടുക്കേണ്ട കാര്യമാണ്. രോഗസൗഖ്യം ഫ്രീ. ഞങ്ങളങ്ങനെ ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ വലിയൊരു ഭാഗം സൗഖ്യമാകുന്നു. എന്നാൽ അവരോട് ആരോടും യേശുവിനെ പിൻപറ്റാൻ പറയുന്നില്ല. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പറയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്ക് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ സൗഖ്യമാകുന്നു. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, അതെല്ലാം നടക്കുന്നു. എന്നാൽ അവരോട് നേരം യേശുവിനെ സ്വീകരിക്കാൻ പറയുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുവിലോ അല്ലെങ്കിൽ സിഖോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ വന്ന് എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവർ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് മനസ്സലിയട്ടെ. എന്നാൽ ദൈവമക്കളായി തീർന്നവർക്കാണ് കഷ്ടതയിൽ കൂടെ, അതും തീർന്നവർക്ക് ആരംഭത്തിലേ തീർന്നവർക്ക് അവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കുകയില്ലെന്ന് പറയത്തില്ല. ആരംഭത്തിൽ അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു 2, 3, 4 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിന് കളിപ്പാട്ടങ്ങളാണ് വേണ്ടിയത്, മറ്റേത് അതിനറിഞ്ഞുകൂടാ. അതുപോലെ ആരംഭത്തിലുള്ള ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എന്നാൽ ക്രമേണ ആത്മീയ കാര്യങ്ങളിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. പാല് കൊടുത്തു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ശ്രേഷ്ഠമായ ആഹാരം കൊടുക്കണം. അപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല. നിങ്ങൾ വന്നാൽ ഇവിടെയും തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ ആത്മീകമായി വളർച്ച പ്രാപിച്ചു വരുന്നവർക്ക് അവർ പറയും, അവരോട് നമ്മൾ ആത്മാവിൽ ഉപയോഗിച്ച് ഈ പ്രയാസം നിങ്ങളെ പൂർണ്ണതയിലേക്ക് നടത്തുവാനാണെന്ന് പറയും. അതുകൊണ്ട് 2 നിലയിലുള്ള പോക്കാണുള്ളത്. ദൈവമക്കളായി ഹിന്ദുക്കളോ മുസ്ലിമോ വന്നാൽ അവരോരോടും ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ പറയത്തില്ല, പ്രാർത്ഥിച്ചങ്ങ് വിടും. സുവിശേഷം പോലും പറയത്തില്ല. അവരിരുന്ന് കേൾക്കും. പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ അവർ സുവിശേഷം കേൾക്കണമെന്ന് പറയും. അന്നേരം പറയും, ഇത് ഇച്ചിരി വിലയുള്ള കാര്യമാണ്. യേശുവിൻ്റെ സൗരഭ്യം ഞങ്ങൾ ഈ വടക്കേ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹിന്ദുക്കൾക്കും സിഖർക്കും അവർക്ക് യേശു സൗഖ്യമായി, യേശുവിൻ്റെ അടുക്കുന്ന സൗഖ്യമായി, പിന്നെ എങ്ങനെയാണ് ഇവരെ ഉപദ്രവിക്കുന്നതെന്ന് അവർക്കുള്ള ചിന്തയുടെ വരാറുണ്ട്. ഞാൻ ഒരു മുസ്ലിങ്ങളായ ആട്ടിടയന്മാരുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. മുസ്ലിങ്ങളെ അവരിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അവരോട് സുവിശേഷം പറയാൻ, അവരെല്ലാം ബക്രവാൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്, ബക്രവാൾ. അവരോട് സുവിശേഷം പറയാനായി അങ്ങനെ ഞാൻ, എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. പർവ്വതങ്ങളിൽ അങ്ങനെ അവരുടെ കൂടെ പോകണം, അവരുടെ ആടിനെ തീറ്റിയെടുത്ത്. കാരണം അവരും 10,000 കണക്കിനുണ്ട് ഞങ്ങളുടെ ആ പ്രദേശങ്ങളിൽ, ജമ്മു കാശ്മീരിൽ പർവ്വതങ്ങളിൽ ബക്രവാൾ. അവരുടെ ജോലി ആട്ടിടയന്മാരും പശുക്കളെയും. അവരുടെ കൂടെ നടന്ന് അങ്ങനെ അവരുടെ കൂടെ ആടിനെ എടുക്കുകയും തീറ്റി വെച്ചു. അവരോട് സുവിശേഷം പറഞ്ഞു പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു TB പിടിച്ച് മരിക്കാറായവർ, നടക്കാൻ വയ്യായിരുന്നു. അവനെ ഞാൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കൊച്ചാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആട്ടിൻകുട്ടിയെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയും. ഞാൻ പ്രാർത്ഥിച്ചു. ഉടനെ അവനങ്ങ് പൂർണ്ണ സൗഖ്യമായി. അത് 4-ാമത്തെ ദിവസമായിരുന്നു. 5-ാമത്തെ ദിവസം അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി ഞാൻ യേശു ക്രിസ്തുവിനെ പറയാനാണ്. ഇപ്പോൾ രാത്രിയിലായപ്പോൾ അവരെല്ലാം കൂടെ ഒരു രാത്രി, ഞങ്ങൾ വനത്തിലാണ് കിടക്കുന്നത്, എല്ലാവരും കൂടെ കൂടിയും. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായി എന്നെയും വേറെ 3 പേരെയും കൂടെ വെട്ടാനായിട്ട് മഴുവും മറ്റതെല്ലാം കൊടുത്തോണ്ട് ഞങ്ങളെ പാറയിൽ ഇരുത്തി വെട്ടാനായിട്ട് മഴുകെടുത്തോണ്ട് വന്നു. എന്നെ വെട്ടാനായിട്ട് വലിയ മഴുവ്, ഈ
മരം വെട്ടിക്കുന്നത്. അത് അവരുടെ ഉണ്ട് ഈ മരങ്ങൾ. എന്നെ വെട്ടാനായിട്ട് വന്നപ്പോഴത്തേക്ക് ആ പിതാവാവുന്ന മനുഷ്യൻ ചാടി വീണ് പറഞ്ഞു, ഇവൻ ഇന്നലെ പ്രാർത്ഥിച്ചു, ഞാൻ പൂർണ്ണ സൗഖ്യമായി ഓടി നടക്കും, നിങ്ങൾ കാണുന്നില്ലേ, ഇവനെ കൊല്ലുന്നേക്കാൾ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് അവൻ ആ മഴുവിന് കയറി പിടിച്ചു. ആ സമയത്തുകൊണ്ട് രാത്രി സമയം ഞങ്ങൾ 4 പേരും നടന്ന് അവിടുന്ന് രക്ഷപ്പെടാനിടയായി. അപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ച് അനേകർ നമ്മളെ ഉദ്ധരിക്കാൻ വരുമ്പോൾ അവർക്ക് രോഗസുഖം പ്രാപിച്ചല്ലോ എന്ന് പറഞ്ഞ് അവരല്പം പുറകോട്ട് മാറാറുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ സുഗന്ധം, കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നെല്ലാവരും അറിയിക്കുവാൻ അവസരം കിട്ടുമ്പോഴെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ വചനത്തിൽ പ്രാപ്തിയാകാത്തവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് അവരെ വളർത്തിയെടുത്തിട്ട് ഇനി ക്രിസ്തുവിലേക്ക് നോക്കുക. അങ്ങനെ ചെയ്യാം. സ്തോത്രം. ഇനി ഞാൻ 1975 ജോലി രാജിവെച്ചിറങ്ങിയത്. ഡെഡ് ബോഡി ഇല്ല, അങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. എന്നാൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യമുണ്ട്. ഞങ്ങളുടെ അവിടെ ഞങ്ങൾ ഉദംപൂർ ഗഡി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവിടെ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ അവരുടെ വീടുകളിൽ രക്ഷിക്കപ്പെട്ടില്ല. ഞാൻ അവരുടെ വീടുകളിൽ പോയി യേശു മരിച്ചവരെ ഉയർപ്പിക്കുമെന്നൊക്കെ, ലാസർ യേശു ദൈവമാണ്, മുസ്ലിങ്ങളുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ യേശു ദൈവമാണ്, അതെങ്ങനെയാണ് ദൈവം, അത് മരിച്ചവരെ ഉയർപ്പിച്ചത്, ലാസറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ തലയാഴ്ച ഞാനങ്ങനെ റോഡിൽ കൂടെ ഒരു ജീപ്പിൽ പോകുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടർ ശർമ്മയുടെ ക്ലിനിക്കിൽ 19 ആളുകൾ കൂടിയിരിക്കുന്നു, മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജീപ്പ് നിർത്തിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ശർമ്മയുടെ ടേബിളിൽ ഒരു 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. പറഞ്ഞു അവിടെ വെള്ളമുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു, മഴക്കാലമായിരുന്നു. ആ വെള്ളത്തിനകത്ത് ആ പെൺകുഞ്ഞ് വീണു മരിച്ചുപോയി. അവരുടെ അമ്മ മുസ്ലിങ്ങളായിരുന്നു. അവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിലേക്ക് പോയി, പാല് മേടിക്കാനായിട്ട് കടയിലേക്ക് പോയി. അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. മടങ്ങി വരുമ്പോഴത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി അതിൽ വീണ് ചത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ അയൽവക്കത്ത് കുറച്ച് ദൂരെ അയൽവക്കത്താർ 10, 400, 500 അടി ദൂരെയുള്ള അയൽവക്കത്താർ നേടിക്കണ്ടിട്ട് ഓടി വന്ന് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഡോക്ടറുടെ ക്ലിനിക്ക് അവിടെ നിന്ന് ഒരു 1/2 ഫർലോങ് ദൂരമേ ഉള്ളൂ, മെയിൻ റോഡിൽ അവിടെ കൊണ്ടുവന്നു. അപ്പോഴാണ് അമ്മയെ അറിയുന്നത്. അമ്മയെ ഓടി വന്നു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഡോക്ടർ ശർമ്മയോട് ചോദിച്ചു, എന്താണെന്ന് പറഞ്ഞു, മരിച്ചു പോയതാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ജീപ്പുണ്ടല്ലോ, ഏതെങ്കിലും അപകടം പറ്റിയെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിർത്തിയത്. അങ്ങനെ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ ഉടനെ ആ തള്ള അവിടെ ഇരുന്ന് എന്നെ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവനാണ്, ലാസർ ഉയർപ്പിച്ചല്ലോ, എൻ്റെ കുഞ്ഞ് മരിച്ചു. അപ്പോൾ അവളുടെ ഭർത്താവ് 14 FADയിൽ ജോലി ചെയ്യുന്നൊരു ആളാണ്. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ആത്മാവിൽ മനസ്സിലായി ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. ഉടനെ ഞാൻ ആ മരിച്ച കുഞ്ഞിൻ്റെ തലയിൽ അവിടെ കിടത്തിയിരിക്കുക, അവിടെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ കുഞ്ഞ് കണ്ണ് തുറന്നു എഴുന്നേറ്റിരുന്നു, പൂർണ്ണ ജീവനുണ്ടായി. അപ്പം ഡോക്ടറും മറ്റുള്ളവരെല്ലാം കൂടി വന്നിട്ട് ആ കുഞ്ഞ് എവിടെ വീണ് മരിച്ചോ ആ കുളം നികത്തി അതിൻ്റെ പുറത്താണ് ഗഡിയിലുള്ള പ്രാർത്ഥനാ ഭവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരാ സ്ഥലം ഞങ്ങൾക്ക് ദാനമായി തന്നു. അങ്ങനെ അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ വേറെ 4 സ്ഥലങ്ങളിലും മരിച്ചവരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ്. ഞങ്ങളതൊന്നും അധികം പരസ്യമാക്കാറില്ല. എന്നാൽ ഒരു ദൈവം ഞങ്ങളുടെ അവിടെ ഒരു സംഭവം കൂടെ പറയാം. ജമ്മുവിൽ ഞങ്ങളവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മെഡിക്കൽ കോളേജിനടുത്ത് അവിടെ രേണു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 18-20 വയസ്സുള്ളതാണ്.
2 കിഡ്നിയും ഫെയിലായി. 3.5 വർഷം അവർ ട്രീറ്റ് ചെയ്തിട്ടും മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ഒരു ഗുണമില്ലോട് പറഞ്ഞു മരിച്ചു പോയുള്ളൂ. ശരീരമൊക്കെ അങ്ങ് വീർത്ത് അങ്ങനെയുള്ള നിലയിലായിരുന്നു. അപ്പോൾ അവർ ആ പെൺകുട്ടിയെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾ ആദ്യം അല്പമൊക്കെ പ്രാർത്ഥിച്ച് ഏതാണ്ടൊരു ഇതായി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ താമസിച്ച പെൺകുട്ടിക്ക് വളരെ അബോധമായി. ഉടനെ അതിൻ്റെ അമ്മയും മറ്റുള്ള എല്ലാവരും വന്നു വെള്ളം കോരി കൊടുത്തു. ഞാനും വെള്ളം കൊടുത്തു. മരിക്കുവാണെന്ന് മനസ്സിലായി. ഒടുവിൽ ദീർഘശ്വാസം വിട്ടങ്ങ് പ്രാണനെ വിട്ടു. പ്രാണനെ വിട്ടപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരെല്ലാം ഓടി പറഞ്ഞു, നമ്മളിതിനെ അവരുടെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ച് തന്നെ സംസ്കരിക്കാൻ തീയരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുക, വെള്ളം ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ, ഇവളെ കർത്താവ് ജീവിപ്പിക്കും. ഞാൻ അവിടെ ഇരുന്ന് നമ്മുടെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ ആ മുറിയിലിരുന്ന്, ശവത്തിൻ്റെ അടുക്കലല്ല, ശവത്തിൻ്റെ അടുക്കൽ അവരിരുന്ന് കരയുകയാണ്. എല്ലാവരും പൊട്ടി കരയുകയാണ്, അവരുടെ ഇതായാലും നെഞ്ചത്തടിക്ക് കരയുക. അപ്പം ആ മുറിയിൽ മാരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി എഴുന്നേറ്റിരുന്നിട്ട് പറയുന്നു, പറഞ്ഞു, ആ പെൺകുട്ടി പറയാൻ തുടങ്ങി, ഞാനിവിടെ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്തിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇത്ര ഭംഗിയായിരുന്നു. അവിടുന്ന് എനിക്ക് വരാൻ ഒട്ടും ആഗ്രഹമില്ല. നിങ്ങളെല്ലാം പറഞ്ഞ് ഇത്ര സുന്ദരമായ അവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ മടങ്ങി വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ കയറാൻ അല്പം പ്രയാസമുണ്ടായി. അപ്പോൾ എന്നോട് അവിടെ വെച്ച് പറഞ്ഞു, അപ്പോൾ ഒരുപാട് പേര് സിംഹാസനിൽ, അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ തിരിച്ചു വിളിക്കും, നീ പോയേ മതിയാകും. അപ്പോൾ വളരെ സങ്കടത്തോടെ ഞാൻ അവിടെ നിന്ന് മടങ്ങി വന്നു. ശരീരത്തിൽ കയറിയിരുന്നാണ് നിന്നെ വിളിച്ചെന്ന് പറയാനിടയായി. അപ്പോൾ മൂടിക്കിടന്ന ശവത്തിൻ്റെ അടുത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പലരും പേടിച്ചു പോയി. അങ്ങനെ ആ പെൺകുട്ടി ഇന്ന് കർത്താവിൻ്റെ ദാസിയായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു വടക്കേ ഇന്ത്യയിൽ. അങ്ങനെ കർത്താവ് മരിച്ചവരെ പല സ്ഥലങ്ങളിൽ ഉയർത്തിപ്പിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നു. നേപ്പാളിൽ അങ്ങനെ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കർത്താവ് തൻ്റെ നാമമത്വത്തിനായി ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവസഭ എന്നുള്ള വിഷയത്തെയാണ് കർത്താവ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയെ നാം പല രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലുമായി നാം ദൈവത്തിൻ്റെ ഭവനക്കാർ എന്നുള്ള നിലയിലാണ് സഭയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയത്. പലവിധ കഷ്ടങ്ങളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ നമ്മുടെ നല്ല പിതാവാകുന്ന ദൈവം നമ്മളെ ശിക്ഷിച്ച് പരീക്ഷയിൽ കൂടെ കടത്തി നമ്മളെ ശുദ്ധീകരിച്ച് വളരുവാൻ, അപ്പനെ പോലെയാകുവാൻ സഹായിക്കുന്നെന്ന് ചിന്തിപ്പാനിടയായി. എന്നാൽ ഇന്ന് ആ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന കാന്തയായി, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ആ നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. അതിനുവേണ്ടി 1 കൊരിന്ത്യർ 6:19-20 വായിച്ചാട്ട്. 1 Corinthians chapter 6 verse 19 and 20. पहला कोरिन्थी 6:19 और 20. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ വിശുദ്ധന്മാർക്കായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. എന്നോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. ഞങ്ങൾക്കെല്ലാം നല്ലവണ്ണം ബോധിപ്പിച്ചു തരണമേ. നിൻ്റെ വചനം ഗ്രഹിപ്പാൻ തടസ്സമായ ആരുടെയെങ്കിലും ഹൃദയത്തെ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൃദയങ്ങൾ തുറക്കപ്പെടുമാറാകട്ടെ. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നുവെന്നും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിപ്പാൻ പോകുന്നത്, കഴിഞ്ഞ പകൽ രാത്രിയിലും വൈകിട്ട് ചിന്തിച്ച് നാം ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവർ എന്ന് ചിന്തിച്ചു. ഇന്ന് അതേ വിഷയം വേറൊരു ഭാഗത്തിൽ കൂടെ നാം ചിന്തിക്കുകയാണ്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടിയുള്ളവരല്ല. നമ്മുടെ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. 1 പത്രോസ്, നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് വാക്യങ്ങളെ തൊട്ട് മുൻപോട്ട് പോവുകയാണ്. എവിടെയാണ് വിവരണം ആവശ്യം
കൂടുതലായിട്ടുള്ളത് അവിടെ വിവരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് വിവരിക്കുവാൻ സമയം എടുക്കുന്നില്ല. 1 പത്രോസ് 1:18-19 വായിച്ചാട്ട് അവിടെ പത്രോസ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിനെക്കുറിച്ച് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 1:18-19. 1 Peter chapter 1 verse 18 and 19. പഹല പത്രോസ് 1:18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളിയും പൊന്നും കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം. അപ്പോൾ വെള്ളിയും പൊന്നും എന്ന് പറയാനുള്ള കാരണം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ വായിച്ചാൽ. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 11-16. നിർഗമൻ 30:11-16. എക്സോഡസ് 30:11-16. നിർഗമൻ 30:11-16. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ വായിച്ചാൽ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചും കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം, ഓർമ്മയായിരിക്കണം. ഇസ്രായേൽ മക്കൾ പ്രായമായി 20 വയസ്സ് പ്രായമായവരെല്ലാം പ്രായശ്ചിത്തത്തിൻ്റെ വില കൊടുക്കണം. അത് 1/2 ശേക്കൽ വെള്ളി ആയിരുന്നു കൊടുക്കേണ്ടതായിരുന്നത്. ആ കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളി കൊണ്ടല്ല, നിർദോഷവും നിഷ്കളവുമായ യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പോൾ ദൈവമക്കളെ, കർത്താവിൻ്റെ മണവാട്ടിയായി നാം തീരുവാൻ സ്ത്രീധനമല്ല കൊടുത്ത, പുരുഷധനം നമ്മളല്ല കൊടുത്തത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. വാങ്ങും എന്നല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവം മുതൽ മുടക്കിയിട്ടുണ്ട്. ഓർക്കണം, എന്നെയും നിങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും വിലയേറിയ വില എന്താണ്? ജീവൻ. അപ്പോൾ മുതൽ മുടക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. അങ്ങനെ വാങ്ങപ്പെട്ടവരെ നമ്മെ കർത്താവ് സാത്താൻ്റെ കയ്യിലെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുമോ? അല്ലേ വില വാങ്ങി മുഴുവിലയും കൊടുത്തേച്ച് വാങ്ങിയ നമ്മളെ സാത്താൻ്റെ ഇഷ്ടത്തിന് വിട്ടുകളയുമോ? അങ്ങനെ ചിന്തിച്ചു പോകരുത്. എപ്പോഴും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഓരോർമ്മയിരിക്കണം, എനിക്ക് വേണ്ടി മുതൽ മുടക്കിയതാണ്, എനിക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തിയതാണ്, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് എന്നുള്ള ഓർമ്മ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടതായതുകൊണ്ട് ശത്രുവിന് നമ്മളെ തൊടുവാൻ യാതൊരു അവകാശവുമില്ല. നമ്മുടെ മുഴുവിലയും കർത്താവ് കൊടുത്തതാണ്. ഗലാത്യ ലേഖനം 3:13 വായിച്ചാട്ട്. ഗലാത്യർ 3:13. ഗലേഷ്യൻസ് 3:13. ഗലാത്തി 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ശാപമായി തീർന്നു.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശാപമെല്ലാം മാറിപ്പോയി. നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. മരത്തിൽ തൂങ്ങപ്പെട്ടവനെ ആ കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ മരത്തിൽ തൂങ്ങപ്പെട്ട ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് മരത്തിൽ തൂങ്ങപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നമ്മുടെ മേലുള്ള സകല ശാപവും മാറി. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്മേൽ ശാപമുണ്ടെന്ന് പറഞ്ഞാൽ ഗലാത്യർ 3:13 അങ്ങ് പറഞ്ഞേച്ചാൽ മതി. അതുപോലെ 2 കോരിന്ത്യർ 5:17 നമ്മൾ വായിച്ചാണല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവും. അതുകൊണ്ട് നമ്മുടെ സകല ശാപവും മാറ്റി. നമ്മുടെ ഇനി തീത്തോസ് 2:14 വായിച്ചാട്ട്. തീത്തോസ് 2:14, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മളെ എത്ര സ്നേഹിച്ചാണ് നമ്മുടെ കർത്താവ് തനിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്വത്തായിരിക്കാൻ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അങ്ങനെ വില കൊടുത്തില്ല. എന്നാൽ ഇസ്രായേൽ മക്കളെക്കാൾ എത്ര ശ്രേഷ്ഠന്മാരായാണ് നാം. ഇസ്രായേൽ മക്കളെ ദൈവം തൻ്റെ സ്വന്തം ജനമായി അങ്ങ് തിരഞ്ഞെടുത്തതേ ഉള്ളൂ. നമ്മെ തിരഞ്ഞെടുത്തത് മാത്രമല്ല പ്രിയ സഹോദര സഹോദരി, നമ്മൾക്ക് വേണ്ടി അവൻ വിലയും കൊടുത്തതാണ്. അവൻ തന്നെത്താൻ കൊടുത്തതാണ്. സ്തോത്രം. ഞാനത് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് കരയാറുണ്ട്. കർത്താവെ, എന്നെ വിലയ്ക്ക് വാങ്ങാൻ നിനക്ക് എത്രമാത്രം വില കൊടുക്കേണ്ടി വന്നു. നീ തന്നെത്താനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചുവല്ലോ. വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 5:9. വെളിപ്പാട് പുസ്തകം 5:9. Revelation 5:9. Revelation 5:9. പ്രകാശിത് വാക്യ 5 का नाम. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അത് മലയാള തർജ്ജിമയിൽ ഒരു തെറ്റാണ്. നിന്നുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. പർച്ചേസ്ഡ് അസ്. അത് ഗ്രീക്കിലും അതിൻ്റെ യഥാർത്ഥ ഭാഷയിലെല്ലാം അങ്ങനെയാണ്. ഞങ്ങളെ പർച്ചേസ്ഡ് അസ്. മലയാളത്തിൽ നിന്നുള്ളവരെ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത് പോലെ. അവിടെ 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ താഴെ ഇട്ടുകൊണ്ട് പാടും. 24 മൂപ്പന്മാരാണ് സഭ. ദൈവസന്നിധിയിൽ 4 ജീവികളും അവരുടെ ദൈവത്തിൻ്റെ കൂടെ സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാരാണ് സഭ. സഭയെ പ്രതിനിധീകരിക്കുന്നവരാണ്. ആ 24ൻ്റെ സംഖ്യ വന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആവർത്തന പുസ്തകത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാരെ 24 കൂറുകളായി തിരിച്ചു, എല്ലാ പുരോഹിതന്മാരെയും. അപ്പോൾ നമ്മളെ രാജകീയ പുരോഹിത വർഗമാകുന്ന നമ്മളെ, അഥവാ ദൈവസഭയെ ആണ് ഈ മൂപ്പന്മാർ കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 24 മൂപ്പന്മാരാണ് വാസ്തവമായി ദൈവത്തിൻ്റെ സഭ. അവരാണ് ദൈവം. ഞാൻ TPMലുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖിക്കരുത്. ഞാനൊരു പ്രാവശ്യം തിരുവല്ലായി ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ TPMലുള്ള അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ അവരെല്ലാം വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ ചായ കുടിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മൂപ്പന്മാരുടെ കാര്യം വന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 144,000 പാട്ടുകൾ പാടുന്നു. ആ പാട്ട് സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ ദാസനോട് വളരെ റെസ്പെക്റ്റോട്, ഞാൻ കർത്താവിൻ്റെ കൂടെ അവിടെ സിംഹാസനം ഇരിക്കുമ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളുടെ മുമ്പിൽ പാട്ട് പാടിയാൽ പാടരുത് ഞങ്ങൾ പറയത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ 24 മൂപ്പന്മാർ ഞങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിറ്റവരും വിട്ടവരും ആയ വേലക്കാർ നിങ്ങളെ വീണകൾ പിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പാടിയാൽ നിങ്ങൾ പാടരുത് എന്ന് ഞങ്ങൾ പറയില്ലെന്ന് പറഞ്ഞു. ഉടനെ ആ കാല സെൻട്രൽ പാസ്റ്റർ ഞങ്ങളെ ഇത്രയും താഴ്ത്തിക്കെട്ടാതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉപദേശം കൊണ്ട് നടക്കുന്നത്? ഒടുവിൽ അവർ പറഞ്ഞു,
ഇപ്പം തന്നെ ഞങ്ങളെല്ലാ വേലക്കാരും വിവാഹം കഴിക്കാൻ നോക്കിയാൽ പിന്നെയും 9 ഗുണം കൂടുതൽ. 1000 വേലക്കാരുണ്ട്, 9,000 സഹോദരിമാരുണ്ട്. ഒരു സഹോദരൻ ഒരു സഹോദരി വിവാഹം കഴിച്ചാൽ പിന്നെ ബാക്കി 8,000 പേര് ആരും. അതുകൊണ്ട് ഞങ്ങൾ ആ ഉപദേശം ഇപ്പോൾ കർശനമായിട്ട് പറയുന്നില്ല. വിവാഹം കഴിച്ചവരും ഞങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ഞാനിത് ആരെങ്കിലും പറഞ്ഞ് വിറ്റവരും വിട്ടവരും വിവാഹം കഴിക്കാത്തവരുമാണ് കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ അത് വചനപ്രകാരമല്ല. ആർക്കെങ്കിലും അതിന് പ്രത്യേക വരദാനം ലഭിച്ചിട്ട് അങ്ങനെ ചെയ്യട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് പാട്ടുപാടുന്ന 144,000 അല്ല. ദൈവത്തോടുകൂടെ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരാണ് ദൈവത്തിൻ്റെ സഭ. അതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലും 7-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ സിംഹാസനങ്ങളെ വെച്ചു എന്ന് നാം വായിക്കുന്നു. വയോധികനായ എഴുന്നേറ്റ് ആ ഭാഗം കൂടെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ എത്ര ഉന്നത നിലയിലാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം. അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചാട്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. ന്യായാസനങ്ങളെ വെച്ചു. ന്യായാസനം എന്നല്ല, ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. ന്യായവിസ്താര സഭ അവരുടെ സിംഹാസനങ്ങളിൽ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഇനി ആ വിഷയത്തേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ലല്ലോ. ആ ന്യായവിസ്താര സഭയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന ദൈവസഭ. അപ്പം നാം ക്രിസ്തുവിൻ്റെ തലയോളം വളരണം, ദൈവത്തിൻ്റെ സകല നിറവോളം വരണം. ലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവത്തോടുകൂടെ സിംഹാസനങ്ങൾ ഇരിക്കപ്പെടുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം. അത് മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രയാസങ്ങളൊക്കെ മാറി അങ്ങ് സ്വർഗത്തിൽ വലിഞ്ഞു കയറിയാൽ പോരാ. ജയിച്ചവരായി സിംഹാസനം ഇരിക്കുവാൻ യോഗ്യരായി തീരണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 5:9 നാം വായിച്ചത് ഒന്നുകൂടെ വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 5:9, റെവലേഷൻ 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വായിച്ചാൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവരെ എന്നുള്ളത് ഞങ്ങളെ എന്നാണ് വരേണ്ടത്. മെയ്ഡ് us kings. അവർ ഭൂമിയിൽ വാഴുന്നു. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു. അവരെന്നുള്ള എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മലയാള ബൈബിളിലെ തർജിമ തെറ്റാണ്. അത് ഇംഗ്ലീഷിലോ ഗ്രീക്കിലോ നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഞങ്ങൾ എന്നാണ് വേണ്ടത്. അപ്പോൾ ദൈവമക്കളെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മണവാട്ടിയായിരുന്ന രാജ്യത്വം നടത്തുവാനാണ്, ഭരിക്കുവാനായിട്ടാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അതിനെ തുടർന്ന് ഞാൻ വായിച്ചില്ല. അവിടെ ഉണ്ട് വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യരിലേക്ക് വന്നാട്ട് 1 കൊരിന്ത്യർ പൗലോസ് ആ കാര്യത്തെ ഓർപ്പിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-3 വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 6:2-3. ഫല കൊരിന്തി 1 Corinthians 6:2-3. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ഞാൻ പല സ്ഥലങ്ങളിൽ ദൂതന്മാർക്ക്
പ്രത്യേക ഉത്തരവാദിത്തം കൊടുക്കാറുണ്ട്. അവരിന്ന് വരെയും പൂർണ്ണമായത് പാലിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത്, അനേക സ്ഥലങ്ങളിൽ. കാരണം ദൂതന്മാർ നമുക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അതുകൊണ്ട് പ്രയാസമുള്ളിടത്ത് എത്രയെത്ര സംഭവങ്ങളാണ് ദൂതന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നത്. നാം ദൂതന്മാരെ പോലും വിധിക്കുവാൻ ആരാണ്? ആക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ നില എത്ര ഉയരണം! എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ട് കയറിയാൽ പോരാ പ്രിയ സഹോദര സഹോദരി. യേശുവിനോടുകൂടെ സിംഹാസനത്തിൽ ദൂതന്മാരെ വിധിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വില കൊടുത്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഗത്സമന തോട്ടം മുതൽ ആ കാൽവറി, ആ ഗോൽഗോത്താ മുകളിൽ 3 ആണികളിൽ തൂങ്ങുന്ന ആ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഗത്സമന തോട്ടത്തിൽ തൻ്റെ രക്തം വെള്ളം പോലെ, വിയർപ്പ് തുള്ളി പോലെ പോവുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നിട്ട് പിതാവ് ഒരു മറുപടിയും കൊടുക്കാഞ്ഞതിനാൽ നിന്റെ ഹിതമാകട്ടെ. കാരണം അത്ര കഠിനമായതായിരുന്നു. തൻ്റെ സ്വന്തം ശിഷ്യനാണ് തന്നെ പിടിപ്പിക്കുന്നത്. നോക്കിയാണ് ദൈവം എത്ര മോശകരമായ നിലയിലാണ് തൻ്റെ പുത്രനെ ആക്കിയത് ചിന്തിച്ചാട്ട്. തൻ്റെ സ്വന്തം ശിഷ്യൻ തന്നെ പിടിപ്പിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർ എന്തു പറയും? എത്ര മോശമായി തന്നെ മനസ്സിലാക്കും. തൻ്റെ സ്വന്തം ശിഷ്യൻ, അതുകൂടാതെ പണം കൊടുത്തുകൊണ്ടിരുന്ന അവനാണ് ദൈവം. അപ്പോൾ പറയും, ഇവനിൽ ഏതോ വലിയ കുഴപ്പക്കാരനായിട്ടാണ് അവൻ്റെ സ്വന്തം ശിഷ്യൻ തന്നെ പിടിപ്പിച്ചത്. അതുകൂടാതെ എല്ലാവരും യേശുവിനെ വിട്ടുപോയി. പത്രോസ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ മരിക്കുവാൻ ഒരുക്കമാണ്. ആ പറഞ്ഞ പത്രോസ് സാധാരണ പെൺകുട്ടിയുടെ വേലക്കാരത്തിൻ്റെ മുമ്പിൽ തന്നെ അവനെക്കുറിച്ച് ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പ്രാകാരം തുടങ്ങി. അപ്പോൾ അവൻ്റെ മരണസമയം വളരെ ദുഃഖകരമായിരുന്നു. തന്നെ ഇസ്രായേൽ മക്കളുടെ അപ്പോഴത്തെ ഭരണാധികാരിയായ പിലാത്തോസ് യേശുവിൻ്റെ തലയിൽ മുൾമുടി അണിയിച്ചു, പുറം മുഴുവനും അടിച്ച് ചാറ വിട്ടുള്ള പോലെ ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെട്ട് നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ബറബാസിനെ വേണോ യേശുവിനെ വേണോ? ബറബാസ് വലിയ കുറ്റക്കാരനായി ജയിലിൽ കിടക്കുകയാണ്. അവർ പറഞ്ഞു, ബറബാസിനേക്കാളും മോശമാണ് ഇവൻ, അതുകൊണ്ട് ഇവനെ ക്രൂശിച്ചേ, ഞങ്ങൾക്ക് ബറബാസിനെ തന്നാൽ മതി. നമ്മുടെ യേശുവിൻ്റെ പുറത്ത് ഞാനിന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര രോഗികൾ സൗഖ്യമാകും. എയ്ഡ്സ് രോഗികൾ സൗഖ്യമാകുന്നു, ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു. എത്ര പേർ എൻ്റെ ബലം കൊണ്ടോ എൻ്റെ ഭക്തി കൊണ്ടോ അല്ല, കർത്താവായ യേശു കാൽവരി ക്രൂശിൽ തൻ്റെ ഈ രക്തം ചിന്തിയതുകൊണ്ടാണ്. എത്രയോ ക്യാൻസർ രോഗികൾ മരിച്ച നിലയിലായിട്ടുള്ളവരെയും കർത്താവ് സൗഖ്യമാക്കിയത് എനിക്കറിയാം. എത്ര പേരെ, ഒന്നല്ല രണ്ടല്ല. അതുപോലെ എയ്ഡ്സ് രോഗികൾ, ഞാൻ വിചാരിച്ചു കർത്താവ് എയ്ഡ്സ് രോഗികളെ സൗഖ്യമാക്കുകയില്ലായിരിക്കും, എന്നാൽ പല എയ്ഡ്സ് രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയത് എനിക്കറിയാം. പലവിധ മാർഗങ്ങളിലുള്ളവരെ. അതൊന്നും എൻ്റെ ബലം കൊണ്ടോ എൻ്റെ വിശുദ്ധി കൊണ്ടോ എൻ്റെ കൃപാവരം കൊണ്ടോ അല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തിയതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ! അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഏത് പട്ടണത്തിൽ വന്നാലും രോഗസൗഖ്യം പ്രാപിച്ച അനേകരെ കാണാം. എന്നാൽ രോഗസൗഖ്യം പ്രാപിച്ചവരെ ആരെയും ഞങ്ങൾ കർത്താവിലേക്ക് കൊണ്ടുവരത്തില്ല. അതിൽ താല്പര്യമുള്ളവരെ മാത്രം കർത്താവിൽ കൊണ്ടുവരും. ഒരു പ്രാവശ്യം ഞാൻ ജമ്മു പട്ടണത്തിൽ സ്റ്റേജിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ബ്രാഹ്മണൻ അവരുടെ പോളിയോ പിടിച്ച കൊച്ചിനെ, 4 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് സ്റ്റേജിലോട്ട് വെച്ചതേ ഉള്ളൂ. കൊച്ച് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു പോലുമില്ല, ഓടാൻ തുടങ്ങി. സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവർ പിന്നെ വന്ന് എന്നെ കുമ്പിടുന്ന പോലെ, ഞാൻ ഒന്നും ആവശ്യമില്ല. ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കർത്താവിനെ വേണോ? ഞാൻ പറഞ്ഞു, കർത്താവിനെ വേണമെങ്കിൽ കുറച്ച് വില കൊടുക്കണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട് വരേണ്ടതെന്ന് പറഞ്ഞു. അതിൽ പിന്നെ എന്നെ വന്ന് എപ്പോഴും കാണുമ്പോഴൊക്കെ നമസ്തയൊക്കെ പറയും, വലിയ കാര്യങ്ങളൊക്കെ പറയില്ല. എന്നാൽ കർത്താവിൻ്റെ കാര്യം പറയുമ്പോൾ, മുൻപോട്ട് വരുന്ന കാര്യം പറയുമ്പോൾ പ്രയാസമാണ്. അതുപോലെ
ഉദംപൂർ ഗഡിയിൽ ഡോക്ടറുടെ മുൻപിൽ വെച്ചാണ്. പക്ഷേ ആ ഡോക്ടർ 1 വർഷത്തോളം ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ സ്നാനപ്പെട്ട് മുൻപോട്ട് വന്ന കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ശർമ്മയ്ക്ക് അത് പ്രയാസമായി, അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെയും രക്ഷിക്കപ്പെട്ടുമായിട്ട് എനിക്ക് അറിവില്ല. ഞങ്ങളിപ്പോൾ ഉദംപൂരിലല്ല, പഞ്ചാബിലാണ്. അവിടുന്ന് മാറേണ്ടതായിട്ട് വന്നു. അവിടെ കർത്താവിൻ്റെ ദാസൻ ചെറിയാൻ ആ സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മിടുക്കൊണ്ടല്ല രോഗസൗഖ്യം, എൻ്റെ വരം കൊണ്ടല്ല രോഗസൗഖ്യം നടക്കുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എല്ലാവരും ഓർക്കണം, എല്ലാവരും ഓർക്കേണ്ടത് അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതിനുശേഷം നാം കാണുന്ന വലിയ ക്രൂശ് മരം അവന് കൊടുത്തു. അതെടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് എടുക്കാൻ തോളിൽ വലിയ ഭാരമാണ്. തോള് മുഴുവനും അടിച്ച് കീറി മാംസം ഇളകിയിരിക്കുകയാണ്. അവിടെ വയ്ക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. വലിച്ചുകൊണ്ട് പോകുന്നു, കീഴെ വീഴുന്നു, വീണ്ടും പോകുന്നു. 7 പ്രാവശ്യം വീഴുവാനിടയായി. ആ ക്രൂശ് എടുക്കാൻ ആ കുറേനക്കാരൻ വന്നു, അല്ലാതെ വേറെ ആരും വന്നില്ല. ശിഷ്യന്മാരാരും വന്നില്ല. ഒടുവിൽ യേശു തന്നെ വീണ്ടും അത് ചുമന്നു. ഗോൽഗോഥായിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ക്രൂശിന്മേൽ കിടത്തപ്പോൾ അവൻ തന്നെ അവൻ്റെ കൈകളെ വിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ്റെ കൈകളിൽ കാലിന്മേൽ ആണിയടിച്ചു. പിന്നെ ആ ക്രൂശ് എടുത്ത് വളരെ ശക്തിയോടെ അതിനുവേണ്ടി ഒഴിച്ചിരുന്ന കുഴിയിലിട്ടപ്പോൾ ആ ജോയിൻ്റ് എല്ലാം മാറി, എല്ലാം ഇളകി. എത്ര ദുഃഖത്തോടുകൂടെയാണ് നമ്മുടെ കർത്താവ് ആ ക്രൂശിന്മേൽ കിടക്കുന്നത്. അവൻ ശരീരത്തിൽ പൂർണ്ണമായി എത്ര വ്യഥ അനുഭവിച്ചു. എന്നാൽ അതിൽ കൂടുതലായി അവൻ്റെ ആത്മാവിലും പ്രാണനിലും അനുഭവിച്ച കഷ്ടതയാണ് ഞാൻ ഇന്ന് കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ പേർക്കും അത് അറിഞ്ഞുകൂടാ. ബൈബിൾ കമൻ്ററിയിലും അത് കാണുന്നില്ല. അനേക പ്രാസംഗികന്മാർക്കും അത് അറിഞ്ഞുകൂടാ. അനേക ബൈബിൾ കോളേജിലും ഇതുവരെ അത് ഭംഗിയായി വെളിപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ വചനം ആഴമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ആത്മാവിലും പ്രാണനിലും നമ്മൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് തേടി ആത്മാവിൽ കൂടെ മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. അതിന് കാരണം പാപം ചെയ്യുന്നത് നമ്മുടെ ശരീരമല്ല. ശ്രദ്ധിക്കണം. ഈ കൈ കൊണ്ട് ഒരാൾക്ക് 10 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ഈ കൈ കൊടുക്കും 10 രൂപ. അതേസമയത്ത് ഈ കൈ കൊണ്ട് അവൻ്റെ പോക്കറ്റ് അടിക്കാൻ പറഞ്ഞാൽ പോക്കറ്റ് മേടിക്കും. ഈ കൈ കൊണ്ട് നമസ്കാരം പറഞ്ഞാൽ നമസ്കാരം പറയും, ചെവിക്കുറ്റിക്ക് അടിക്കാൻ പറഞ്ഞാൽ ചെവിക്കുറ്റി അടിക്കും. ഈ കൈ അകത്തിരിക്കുന്ന ആത്മാവിൻ്റെയും പ്രാണൻ്റെയും ദാസനാണ്. അതുകൊണ്ട് ഈ കൈക്ക് മാത്രം ശിക്ഷ കൊടുത്താൽ പോരാ. യേശു കരഞ്ഞത്, യേശു പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ മാറിപ്പോകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചത് ഈ അടിയുടെയും ക്രൂശിൻ്റെ മരണത്തെയും കുറിച്ച് ഓർത്തിട്ടല്ല. അത് സഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എത്ര ക്രൂരമായി മർദ്ദിക്കപ്പെട്ടയാളാണ്. ജഗാതിരി വെച്ചടിച്ചപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാണ് എൻ്റെ പ്രാണൻ മടങ്ങി വന്നത്. അടിച്ച് വലിച്ച് 100-100 പേര് അടിച്ചു വെളിയിൽ കൊണ്ടിട്ടു. അന്നേരം അവർ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, കേബിൾ ടി വിയിൽ. എന്നെനിക്ക് അവരോട് പ്രയാസമുണ്ടല്ലേ. എത്ര പ്രാവശ്യം എന്നെ അടിച്ചു, മുഖത്തൂടെ ചോരയൊഴുന്നു. ഇന്ന് വരെ എന്നെ അടിക്കരുതെന്നോ ഒരു പ്രാവശ്യം പോലും കരഞ്ഞിട്ടുമില്ല. അപ്പോഴെല്ലാം അടിക്കുമ്പോഴും തൊഴിക്കുമ്പോഴും എല്ലാം സഹിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. എത്ര പ്രാവശ്യം അടിച്ചപ്പോൾ അയ്യോ കൈവൊക്കെ തോന്നിയില്ല ആ ആത്മാവിൽ. അതുകൊണ്ട് കർത്താവിനോട് എത്ര പേർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, എത്ര പേരെ ജീവനോടെ മെഴുകുതിരി കത്തിക്കുക പോലെ കത്തിച്ചു. അവരെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ട് കർത്താവ് ക്രൂശിലെ അഥവാ തന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നത് കൊണ്ടോ അതിൻ്റെ വേദന കൊണ്ട് കരഞ്ഞതാണെന്ന് ചിന്തിക്കരുത്. കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ നടന്ന സംഭവം ആത്മാവിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാകും. മത്തായി സുവിശേഷം 27:45-46 വായിച്ചാട്ട്. മത്തായി 27:45-46. മത്തി 27:45-46. മാത്യു 27:45-46. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി.
ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലെമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇവിടെ നാം വായിക്കുന്ന നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ അന്നത്തെ 6 മണി നമ്മുടെ ഇവിടുത്തെ 12 മണിയാണ്. കാരണം അന്ന് രാവിലെ 1 എന്നാണ് തുടങ്ങുന്നത്. 1 മുതൽ തുടങ്ങി വൈകുന്നേരമാകുമ്പോൾ 12 മണിയാകും. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ 6 മണി നമ്മുടെ 12 മണി, അവിടെ 9 മണി നമ്മുടെ 3 മണി. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് വലിയ കൂരിരുട്ടുണ്ടായി. ആ കൂരിരുട്ടുണ്ടായപ്പോൾ ഒരു സംഭവം നടന്നു. അത് വളരെ ശ്രദ്ധയോടെ ആത്മാവിൽ പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അതെന്താണ്? സങ്കീർത്തനം 18:4 മുതൽ 6 വരെ വായിച്ചാൽ. സങ്കീർത്തനം 18:4 മുതൽ 6 വരെ. Psalms 18:4-6. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ആ 3 മണി നേരത്തെ കൂരിരുട്ട് സമയത്ത് നടന്ന സംഭവം നമ്മുടെ എല്ലാ പാപം വഹിച്ചുകൊണ്ട് കിടന്നതിനാൽ പാതാളപാശങ്ങൾ നമ്മുടെ യേശുവിൻ്റെ ആത്മാവിനെയും പ്രാണനെയും വലിച്ചുകൊണ്ട് അധോലോകത്തിലേക്ക് കൊണ്ടുപോയി. ആ യാതനാ സ്ഥലത്ത് കൊണ്ടുപോയി. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായം 7 വായിച്ചാൽ, എബ്രായ ലേഖനം 5:7 പൗലോസ് അതിനെക്കുറിച്ച് വിവരിച്ചു പറയുന്നു. ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും, ഉറച്ച നിലവിളിയോട് നിലവിളിയോട് അപേക്ഷ കഴിക്കുകയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇനിയും സങ്കീർത്തനം 16:10 വായിച്ചാട്ട്. സങ്കീർത്തനം 16:10. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇനി സങ്കീർത്തനം 86:13 വായിച്ചാൽ. സങ്കീർത്തനം 86:13. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ അവിടെ പ്രവചനത്തിൽ കൂടെ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും കഷ്ടത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് ദാവീദിന്റെ ജീവിതത്തിൽ നടന്ന സംഭവമല്ല. 22-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ എൻ്റെ കൈകളെയും കാലുകളെയും അവർ ഛേദിച്ചു, എൻ്റെ വസ്ത്രങ്ങൾക്ക് വേണ്ടി അവർ ചീട്ടിട്ടു എന്നെല്ലാം പറയുന്നത് ദാവീദിൽ നിന്ന് നടന്നതല്ല. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് എഴുതുകയാണ്. അങ്ങനെയാണ് 18-ാം സങ്കീർത്തനം എഴുതുന്നത്. എൻ്റെ മേൽ പാതാളത്തിൻ്റെ കയറുകൾ എന്നെ വലിച്ചു, അഥവാ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കർത്താവ് ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചതിനേക്കാൾ കൂടുതലായി ആ യാതനാ സ്ഥലത്ത് കർത്താവിൻ്റെ ആത്മാവും പ്രാണനും വലിച്ചിറക്കപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എലീ എലീ ലമാ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മൾക്ക് വേണ്ടി വില കൊടുത്തത് അടിയേറ്റത് മാത്രമല്ല, ആ യാതനാ സ്ഥലത്തിറങ്ങി എൻ്റെ പ്രാണന് വേണ്ടിയും എൻ്റെ ആത്മാവിന് വേണ്ടിയും നിങ്ങളുടെ പ്രാണന് വേണ്ടിയും നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയും അവൻ വില കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാത്താനോട് പറഞ്ഞത്, സാത്താനേ, എൻ്റെ ശരീരത്തിന് മാത്രമല്ല വില കൊടുത്തത്, എൻ്റെ ആത്മാവും പ്രാണനും വേണ്ടി എൻ്റെ കർത്താവ് മുഴു ശിക്ഷയും ഏറ്റെടുത്തിരിക്കുകയാണ്. സാത്താനേ, നിനക്കൊരവകാശം എൻ്റെ മേലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് പഠിപ്പിക്കാൻ ചിലർ പറയും ദുരുപദേശമാണ്. അങ്ങനെയുള്ളവരോട്
ഞാൻ നേരിട്ട് വരാൻ പറയാം. നേരിട്ട് വരാൻ ആർക്കും ധൈര്യമില്ല. ഈ ബൈബിൾ കോളേജിൽ പോയി PhD അല്ലെങ്കിൽ MD ഒക്കെ എടുത്താൽ വെറും നഴ്സറി ക്ലാസ്സിലേ ഉള്ളൂ. ഈ വേദപുസ്തകത്തിലെ വചനത്തിന് ഡിഗ്രി എടുക്കാൻ ആർക്കും കഴിയയില്ല. വല്ലവർക്കും ഡിഗ്രി കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവേ കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇന്നും അതിലേറ്റവും കുറഞ്ഞ നഴ്സറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് PhD അല്ലെങ്കിൽ BTH എടുത്തിട്ട് തർക്കിക്കാൻ വന്നാൽ, സഹോദരാ, നീ ഇന്ന് വരെ വേദപുസ്തകം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ നീ ഡിഗ്രി എടുക്കാൻ പോകുകയില്ല. നിങ്ങളുടെ ഡിഗ്രിയിൽ നീ പുകഴുകയില്ല. കാരണം ഇത് സയൻസോ മാത്സോ എൻജിനീയറിങ്ങോ അല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യർക്കും ഒന്നും കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പഠിച്ചാൽ കാര്യം നടക്കയില്ല. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ എത്ര സെക്കൻഡാണ് അവൻ ആ യാതനാസ്ഥലത്ത് പോയെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ അത് സംഭവിച്ചത് ആ 3 മണിക്കൂറിനുള്ളിലാണ്. ആ 3 മണിക്കൂർ നേരത്തെ അവൻ കിടന്നെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവിന് എൻ്റെ പാപനിമിത്തം, നിങ്ങളുടെ പാപനിമിത്തം അവൻ്റെ ആത്മാവിനെയും പ്രാണനെയും വലിച്ചു കൊണ്ടുപോയി ആ യാതനാ സ്ഥലത്ത് പൊള്ളലേൽപ്പിച്ചു. അവിടെ വെച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ മന്ദിരത്തിൽ നിന്ന് അവൻ വിളി കേട്ടു. അതുകൊണ്ട് പൗലോസ് എഴുതുന്നത്, എൻ്റെ അപയാചന അവൻ കേട്ടു, അവൻ എന്നെ വിടുവിച്ചു. ആ ആത്മപാതാളത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. വീണ്ടും ക്രൂശിന്മേൽ വന്നതിന് ശേഷം പറയുകയാണ്, സകലവും സമാപ്തിയായി, സകലത് നിവർത്തിയായി. നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളത് സഹിച്ചു, നമ്മുടെ ആത്മാവും പ്രാണനും വേണ്ടിയുള്ളത് സഹിച്ചു. എന്നിട്ടാണ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഞാൻ ഈ പറയുന്നതാണ് സത്യസുവിശേഷം. ഞാൻ വേദപണ്ഡിതന്മാർ അമേരിക്കയിൽ വിട്ടോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സഹോദര, ഇപ്പോഴാണ് ഞങ്ങളുടെ കണ്ണ് തുറക്കുന്നത്, ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു. എനിക്ക് സമയമുണ്ടെങ്കിൽ എഴുതാം. അവർ പണ്ഡിതന്മാർ വലിയ പറയാ, അയ്യോ ഞങ്ങൾ ചെയ്തു വെച്ചിട്ട് എത്ര അന്യായമാണ്, വേദപുസ്തകം അറിയാതെ ഞങ്ങൾ ചെയ്തല്ലോ എന്ന് പലരും വന്ന് പറയാനിടയായി. നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവിനും പ്രാണനും വേണ്ടി യാതനാ സ്ഥലത്തിറങ്ങി പൊള്ളലേറ്റവനാണ് എൻ്റെ രക്ഷകൻ. അതുകൊണ്ട് സാത്താനേ, നിനക്ക് എൻ്റെ മേൽ അല്പം പോലും അവകാശമില്ല. എൻ്റെ ശരീരത്തിന്മേൽ നിനക്ക് അവകാശമില്ല, എൻ്റെ പ്രാണൻ്റെ മേൽ നിനക്ക് അവകാശമില്ല, എൻ്റെ ആത്മാവിൻ്റെ മേൽ അവകാശമില്ല. അങ്ങനെ മുഴുവിലയും കൊടുത്താണ് നമ്മുടെ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അവൻ നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. കർത്താവിന് സ്തോത്രം. 2 കൊരിന്ത്യർ 11 2, 3, 4 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 11 2, 3, 4. 2 Corinthians 11, 2, 3 and 4. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വായിച്ചാൽ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും ലഭിക്കുകയോ വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പ്രിയമുള്ളവരെ, ഈ കാലത്ത് വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം, ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. എന്താ വേറൊരു സുവിശേഷം? അനുഗ്രഹത്തിൻ്റെ സുവിശേഷം. അനുഗ്രഹത്തിൻ്റെ സുവിശേഷം, അനുഗ്രഹിക്കുന്ന ഭൗതിക നന്മകളാൽ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സുവിശേഷമാണ് വേറൊരു സുവിശേഷം. ദൈവജനത്തെ, കർത്താവിൻ്റെ മണവാട്ടിയെ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് മാറ്റി സുഖലോലുപതയാക്കി തീർത്ത് നരകത്തിയിലേക്ക് കൊണ്ടുപോകാനാണ് വേറൊരു യേശുവിൻ്റെ സുവിശേഷവും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്,
ആ നാളിൽ ഒരുപാട് പേര് വന്ന് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചാട്ട്. ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. വായിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതൽ വായിച്ചാട്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. 21 മുതൽ വായിച്ച 21, 22. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആയാൽ തിരുസഭയെ അനുഗ്രഹത്തിന്റെ പുറകെ അത്ഭുതങ്ങളുടെ പുറകെ പോയാൽ ഒടുവിൽ നിന്റെ മണവാളനുമായി നിന്നൊക്കെ ഏറ്റുമുട്ടും. മണവാളനെ കാണുവാനോ മണവാളനുമായി സംസർഗം പുലർത്തുവാനോ നിനക്ക് കഴിയുകയില്ല. ക്രിസ്തുവിൽ നിന്നുള്ള നിർമ്മല സുവിശേഷം ഓരോരുത്തർ അവരുടെ ക്രൂശ് എടുത്തുകൊണ്ട്, അപ്പൻ മക്കളെ ശിക്ഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ പിതാവ് ശിക്ഷിച്ച് നമ്മളെ അവനെ പോലെ ആക്കുന്നു. അതുപോലെ മുള്ളുകളുടെയും ഇടുങ്ങിയ വാതിൽ കൂടെ പോയി കർത്താവിനെ പിൻപറ്റുക. പട്ടിണിപ്പാവങ്ങളായി ജീവിക്കണമെന്നല്ല, കരഞ്ഞുകൊണ്ട് പോകണമെന്നല്ല, പരിശുദ്ധാത്മാവുന്ന നദിയിൽ കൂടെ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു പ്രാവശ്യം ഉദംപൂരിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ, ദൈവത്തിൻ്റെ പുത്രൻ കുദാക്ക ബേട്ട എന്നുള്ളത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ പറയേണ്ടത് അന്ന് എനിക്ക് നല്ലവണ്ണം അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കുദാക്ക ബേട്ട, അപ്പോൾ മുസ്ലിങ്ങൾക്കെല്ലാം വലിയ കോപമായി. കുദാക്ക ബേട്ട, ദൈവത്തിന് എങ്ങനെയാ പുത്രൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചവർ ചെറുതായിട്ടൊന്നിനൊക്കെ അടിച്ചിട്ട് വരും. അവിടെ വലിയൊരു ഇറച്ചി വെട്ടുന്നവരും അവരും ഇറച്ചിക്കടയുണ്ടായിരുന്നു. ഇറച്ചിക്കടയിൽ വലിയൊരു തടി വെച്ചിട്ടുണ്ട്. എന്നെ 3-4 പേര് പിടിച്ചെടുത്തുകൊണ്ട് പോയി അതേ കിടത്തി. എൻ്റെ തലയും നെഞ്ചും എല്ലാം ഉണ്ട്, ബാക്കി കാല് വെളിയിൽ. എന്നിട്ട് വലിയൊരു കത്തിയെടുത്ത് പറയാം, ഇപ്പം നിന്നെ ഞങ്ങൾ വെട്ടുകയാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരവും ചിരിക്കുകയായിരുന്നു. അവരെന്നെ ക്രൂരമായി ദൈവദൂഷണം പറയുന്നെന്ന് പറഞ്ഞ് കൊല്ലാൻ അവർ പൂർണ്ണ ശ്രമിച്ചിരിക്കുകയായിരുന്നു. അവർ ചിരിക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇവൻ പ്രാന്തനാ, ഇവൻ ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേപ്പ് ചിരിച്ച് പുറകിലൊരു തൊഴിയും തന്നിട്ട് അങ്ങ് വിട്ടു. അത്രയും എന്നെ കൊല്ലാൻ പോയപ്പോഴും എനിക്ക് ഭയമില്ലാതിരുന്നുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ നദിയിലായിരുന്നു. അതുകൊണ്ട് സിയോൻ യാത്ര കരഞ്ഞുകൊണ്ടുള്ള യാത്രയല്ല, കല്ലും മുള്ളുമുള്ള പാതയിൽ കൂടെയും ആനന്ദത്താൽ നിറഞ്ഞാണ് കുഞ്ഞാടിൻ്റെ മണവാട്ടി പോകുന്നത്. കുഞ്ഞാടിൻ്റെ മണവാട്ടി കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്. അതാ മറ്റുള്ളവർക്ക് കാണുമ്പോൾ പ്രയാസമായി തോന്നുന്നത്. ഇത്ര കഷ്ടം വന്നിട്ടും, ഇത്ര നിന്ന വന്നിട്ടും, ഇത്ര പ്രയാസങ്ങൾ വന്നിട്ടും ഇവരുടെ ചിരി, ഇവരുടെ സന്തോഷം കുറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മ നദിയിൽ കൂടെ യാനം ചെയ്യുകയാണ്. സ്തോത്രം. ആയാൽ പ്രിയ ദൈവവൈതലേ, നിന്റെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. അത്ഭുതങ്ങളുടെ പുറകെ പോയി തെറ്റിപ്പോകരുത്. അടയാളങ്ങളുടെ പുറകെ പോയി തെറ്റിപ്പോകരുത്. ഞാൻ പഠിപ്പിക്കുന്ന ഈ മായമില്ലാത്ത വചനം, ഇതിൽ അല്പം പോലും സൈക്കോളജി ചേർത്തിട്ടില്ല, വളച്ചിട്ടില്ല. ഇതാണ് പണ്ടത്തെ ഉപദേശം, പഴയ വഴി. ഈ വഴിയിൽ കൂടെ മാത്രമേ കർത്താവിനെ മണവാട്ടി പോകാവൂ. വേറൊരു ഉപദേശം, അത്ഭുതം, ഇന്ന് അത്ഭുതങ്ങളുടെ സമയമല്ല. അത്ഭുതങ്ങളുടെ പുറകെ പോകാൻ ഇന്ന് എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു. ശബരിമലയിൽ എത്ര അത്ഭുതം നടക്കുന്നു, വേളാങ്കണ്ണിയിൽ എത്ര അത്ഭുതം നടക്കുന്നു, അമർനാഥിൽ എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു, തിരുപ്പതിയിൽ എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു. അത്ഭുതങ്ങളുടെ പുറകെ പോകാതെ ദൈവവൈതലേ, കർത്താവിന്റെ മണവാട്ടിയെ നിന്നെ വില കൊടുത്തു വാങ്ങിയതാകിയാൽ വചനത്തിൽ കൂടെ മാത്രം പോകുക.